നമസ്കാരം. ട്രംപിൻ്റെ ഭീഷണിപ്പെടുത്തുന്ന ഭാവമാണ് കണ്ടില്ലേ? ഭീഷണി കടന്ന് തിളക്കുന്നത് കണ്ടില്ലേ? ഹോർമുസിൽ ഒരു സമാധാന കരാറിലേക്ക് എത്തുന്നുണ്ട്. ഉടൻ തീരുമാനം എത്തിയില്ലെങ്കിൽ ഇറാൻ വിവരമറിയും എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇത് പറഞ്ഞിട്ട് അപ്പുറത്ത് എങ്ങനെയെങ്കിലും സമാധാന കരാറിലെത്താനായി ഉദ്യോഗസ്ഥർ വഴി ശ്രമം തുടരുകയും ചെയ്യുന്നു. അന്തസ്സും അഭിമാനവും പണയം വെച്ചൊരു കരാറിനും ഇല്ല എന്ന് ഇറാൻ ഉറച്ച നിലപാടും പറയുന്നു. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ട്രംപിൻ്റെ ഭീഷണിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആശങ്ക ഉണ്ട്. കാരണം അതിന് തുടർ പ്രവർത്തനങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ല. US-ൻ്റെ ആയുധശേഖരത്തിൽ വമ്പൻ ഇടിവുണ്ടായ വാർത്ത ഇന്ന് പുറത്തു വന്നപ്പോൾ എന്താണ് ട്രംപിൻ്റെ യഥാർത്ഥ അവസ്ഥ, വൈറ്റ് ഹൗസിൻ്റെ US സൈന്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് കേട്ട് ലോകം ഞെട്ടി. ഇന്ന് പുറത്തു വന്ന CNN-ൻ്റെ ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇറാന് മുന്നിൽ US ഭീതിയോടെ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടത് ആയുധശേഖരത്തിലെ ആ കുറവാണത്രേ. ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലുള്ള കണക്കുകളടക്കമുള്ള പ്രധാന സംഭവവികാസങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ US-ൻ്റെ ദയനീയ നിലയെ വെളിപ്പെടുത്തുന്നതാണ് ആയുധശേഖരത്തിലെ ഇടിവിനെക്കുറിച്ചുള്ള പുറത്തു വന്ന കണക്കുകൾ. ഇറാനുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകളുടെ തുടർച്ചയായി US-ൻ്റെ ആയുധശേഖരത്തിൽ വൻ കുറവുണ്ടായതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയതാണ് CNN റിപ്പോർട്ട് ചെയ്തത്. ഇത് US-ൻ്റെ ഉന്നതരെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. CNN പുറത്തുവിട്ട റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇറാൻ ഉടൻ സമാധാനത്തിന് വഴങ്ങിയില്ല എങ്കിൽ തകർത്ത് തരിപ്പണമാക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണി പുറത്തു വന്ന് മണിക്കൂറുകൾക്കകമാണ് CNN-ൻ്റെ റിപ്പോർട്ടും ചർച്ചയായത്. പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഇൻ്റർസെപ്റ്ററുകളിൽ ഏകദേശം 80% തീർന്നുപോയി എന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN-ൻ്റെ റിപ്പോർട്ട്. യുദ്ധം തുടങ്ങും മുമ്പുണ്ടായ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ഏകദേശം 80% ഉപയോഗിച്ചു കഴിഞ്ഞു അത്രേ. കൂടാതെ പാട്രിയോട്ട് ഇൻ്റർസെപ്റ്ററുകളിൽ പകുതിയിലധികവും യുദ്ധത്തിന് ശേഷം ഉപയോഗിച്ചു. താഡ് വ്യോമ പ്രതിരോധ സംവിധാന ശേഖരത്തിൽ കുറവുണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് റിപ്പോർട്ട്. ട്രംപ് വെല്ലുവിളിച്ചതുപോലെ സംഘർഷം ഇനിയും രൂക്ഷമായാൽ ഇറാന്റെ തിരിച്ചടി പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് അമേരിക്കയെ US-നെ എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ ആശങ്കയിലേക്ക് സഖ്യകക്ഷികളും എത്തി എന്നാണ് റിപ്പോർട്ട്. CNN റിപ്പോർട്ട് പ്രകാരം കുറവുള്ള ആയുധങ്ങളും അവയുടെ ഉപയോഗത്തിൻ്റെ വിശദാംശങ്ങളും ഇങ്ങനെയാണ്. 1. താഡ് ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ. അവയുടെ ശേഖരത്തിൻ്റെ 50% ആദ്യഘട്ടത്തിൽ തന്നെ തീർന്നു. സമീപ നാളുകളിലെ ഉപയോഗം കൂടി കണക്കാക്കിയാൽ 80%-ഓളം തീർന്നു. താഡ് എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തോ അതിർത്തിയിലോ വെച്ച് മിസൈലുകൾ തകർക്കാനാവും. ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ നേരിടാൻ നിർണായക പങ്കുവഹിച്ചതാണിത്. ഗൾഫ് മേഖലയിലെയും മറ്റും അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ ഇറങ്ങിയപ്പോൾ പ്രതിരോധത്തിന് വ്യാപകമായി ഉപയോഗിച്ച സംവിധാനം. ഇനി രണ്ടാമത്തേത് പാട്രിയറ്റ് PAC-3 മിസൈലുകൾ ഏകദേശം 50%-ഓളം ഉപയോഗിച്ചു കഴിഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിമാനങ്ങളും തകർക്കാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പാട്രിയോട്ട്. ഹിറ്റ് ടു കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നേരിട്ട് ഇടിച്ചു തകർക്കാൻ കഴിയും എന്നതാണ് രീതി. ഇറാൻ യുദ്ധത്തിൽ US-ൻ്റെ വ്യോമത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന GCC രാജ്യങ്ങളിലേക്ക് ഉള്ളതടക്കം ഇറാൻ ആക്രമണത്തിൽ നിർണായക പ്രതിരോധ സംവിധാനമായി പ്രവർത്തിച്ചത് പാട്രിയോട്ട് PAC-3 ആണ്. ഇറാൻ തുടർച്ചയായി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കൻ താവളങ്ങളിലേക്കും സഖ്യരാജ്യങ്ങളിലേക്കും എത്തിയപ്പോൾ ആയിരക്കണക്കിന് ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചാണ് തടഞ്ഞത്. മൂന്നാമത്തേത് ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ. ഇത് ഏകദേശം 50%-ഓളം ഉപയോഗിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകൾ. ഇത് പ്രകാരം 100 കണക്കിന് ടോമാഹോക്കുകൾ ഇതിനകം വിക്ഷേപിച്ചു. ഏകദേശം 1600 മുതൽ 2500 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന മിസൈലുകളാണിത്. കടലിലെ യുദ്ധക്കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും. ശത്രുവിൻ്റെ റഡാർ, വ്യോമത്താവളങ്ങൾ, കമാൻഡ് സെൻറ്ററുകൾ, ആണവ കേന്ദ്രങ്ങൾ തുടങ്ങിയവ കൃത്യമായി ആക്രമിക്കാനാണ് ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ആദ്യ ആക്രമണങ്ങളിലെ പ്രധാന ആയുധമായിരുന്നു. ഇറാനിലെ കമാൻഡ് സെൻറ്ററുകൾ, മിസൈൽ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്കെതിരെ വ്യാപകമായി ഇത് ഉപയോഗിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്ര വേഗം US-നെ പോലൊരു രാജ്യത്തിൻ്റെ ആയുധശേഖരത്തിൽ, അതും മർമ്മപ്രധാനമായ ആയുധശേഖരത്തിൽ ഇത്ര വലിയ കുറവ് ഉണ്ടായത്? അതിന് പകരം അത് തിരിച്ച് പുനർനിർമ്മിച്ച് പഴയ സ്ഥിതിയിലേക്ക് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? വലിയ തോതിൽ ഇറാൻ ദിവസേന ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു. മാത്രമല്ല ഇറാൻ്റെ യുദ്ധതന്ത്രം അമേരിക്കയുടെ ആയുധ മാക്സിമം തിരിച്ച് പ്രയോഗിപ്പിക്കുന്ന തരത്തിൽ ആയിരുന്നു. ഒരു ഇറാനിയൻ മിസൈൽ തടയാൻ ചിലപ്പോൾ 1-ലധികം ഇൻ്റർസെപ്റ്ററുകൾ അമേരിക്ക ഉപയോഗിച്ചു. ഉൽപ്പാദന വേഗം വളരെ കുറവുമാണ്. ഉപയോഗം അതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. യുക്രൈൻ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലേക്കും US ഈ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നും ഉണ്ടായിരുന്നു സമാന്തരമായിട്ട്. ഇനി ഈ ആയുധങ്ങളുടെ കുറവ് എങ്ങനെയാണ് ഇറാന് ഗുണകരമാവുക? ഇറാന് തന്ത്രപരമായ നേട്ടം ഇത് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് നിലവിൽ. അമേരിക്ക ആക്രമണം തുടരുന്നതിന് മുമ്പ് ആയുധശേഖരം കണക്കാക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ആയുധങ്ങൾ കുറഞ്ഞാൽ അമേരിക്കൻ താവളങ്ങളുടെ പ്രതിരോധ ശേഷി കുറയും.
ചൈനയോ ഉത്തര കൊറിയയോ പോലുള്ള മറ്റ് വലിയ പ്രതിസന്ധി എന്തെങ്കിലും അമേരിക്കയ്ക്കുണ്ടായാൽ ഒരേ സമയം രണ്ട് മേഖലകളിൽ ശക്തമായി പ്രതികരിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന ആശങ്ക യുദ്ധവിദഗ്ധർ ഉയർത്തുന്നു. സമാധാനത്തിലേക്ക് അമേരിക്കയെ നയിക്കുന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തിക്കാൻ ഇത് കാരണമാകുന്നു എന്നാണ്. അത് എത്രത്തോളമാണ് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. അതൊരു പ്രധാന ഘടകമായി മാറും. കാരണം അമേരിക്കയ്ക്ക് ആയുധശേഖരത്തിലെ കുറവ് ഇറാനെതിരെ കണ്ണും പൂട്ടിയുള്ള ഈ അടി നിർത്തുന്നതിന് കാരണമാകും. പക്ഷേ ഒറ്റ കാരണമല്ല, അമേരിക്കയുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളും ഉണ്ട്. ആയുധശേഖരം വേഗത്തിൽ കുറയുന്നത് ഒന്ന്, അതോടൊപ്പം യുദ്ധച്ചെലവ് കുത്തനെ ഉയരുന്നത് മാത്രമല്ല, ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി വർഷങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ്. ഏത് ആയുധശേഖരങ്ങൾ തീർന്നുപോയ ആയുധം പുനർനിർമ്മിക്കാൻ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഭാവിയിൽ സംഘർഷം ഉണ്ടായിന്ന് വെച്ചോ, അപ്പോൾ ആവശ്യമായ ആയുധങ്ങൾ കരുതി വെക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇതാണ് അമേരിക്കയുടെ ഒരു ശൈലി. ഒരുപാട് ആയുധങ്ങൾ കൂട്ടിയിട്ട് കരുതി വെക്കും. അതിന് കുറവുണ്ടാകുന്നത് അസാധാരണമാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകളാണ് മറ്റൊന്ന് അമേരിക്കയെ സംബന്ധിച്ച് നിർണായകമാവുക. ആയുധങ്ങളിലെ കുറവിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ GCC രാജ്യങ്ങളിലടക്കം US-ന്റെ വ്യോമത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങൾ വലിയ ആശങ്കയിലാണ് എത്തിയിട്ടുള്ളത്. ആക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതായാൽ വൻ ദുരന്തം അവർ നേരിടേണ്ടി വരും. തിരിച്ചടി പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ഉന്നയിച്ച് രംഗത്ത് വരികയാണ്. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളിലാണ് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ US സഖ്യരാജ്യങ്ങളുടെ ആശ്വാസം. അവർക്ക് എതിരെ അല്ലെങ്കിലും അവരുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്കെതിരെ ആക്രമണം വരുമ്പോൾ കൃത്യമായ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ആ രാജ്യത്തിന് ബുദ്ധിമുട്ടാകും. മിസൈൽ ശേഖരം തീരുന്നത് ഇറാന്റെ തിരിച്ചടികൾക്കും ഡ്രോൺ ആക്രമണങ്ങൾക്കും മുന്നിൽ ഗൾഫ് രാജ്യങ്ങളെ ദുർബലരാക്കുകയും ചെയ്യും. ഇതേ സമയത്ത് തന്നെ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ, അറ്റാക്കംസ്, പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ എന്നിവയുടെ ശേഖരത്തിലും വൻ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. ഈ സാഹചര്യം പരിഗണിച്ച് ഇറാനെതിരെ കൂടുതൽ കടുത്ത ആക്രമണങ്ങൾ തൽക്കാലം വേണ്ട എന്ന് വെക്കാൻ സൈനിക ഉപദേഷ്ടാക്കൾ ട്രംപിന് നിർദ്ദേശം നൽകിയതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെതിരായി കഴിഞ്ഞ വീക്കെൻഡിൽ പ്രഖ്യാപിച്ച ആക്രമണത്തിൽ നിന്ന് പൊടുന്നനെ ട്രംപ് പിന്മാറിയത്, US പിന്മാറിയത് മിസൈലുകളുടെ കുറവ് നിമിത്തമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആയുധശേഖരത്തിലെ കുറവ് നേരത്തെയും പ്രതിസന്ധി സൃഷ്ടിക്കുകയും സൈനിക ഉദ്യോഗസ്ഥർ പ്രസിഡന്റിന് മുന്നിൽ വെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ചർച്ചകളുടെ പ്രതീക്ഷ നിലനിർത്തി നീണ്ട താൽക്കാലിക വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര സാഹചര്യം ഉണ്ടാക്കിയ പ്രത്യേകമായ രോഷത്തിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു വീണ്ടും ഒരു ആക്രമണം, യുദ്ധം വരുന്നു എന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതാണ് ഇപ്പോൾ വീണ്ടും ബ്ലോക്കായിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇതേസമയം ഇറാൻ കൈവിട്ട ആയുധങ്ങളുടെ 60% വീണ്ടും സ്വായത്തമാക്കി എന്നത് US-നെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. US-ന്റെ കാര്യത്തിൽ ഉപയോഗിച്ച് തീരുന്ന മുറയ്ക്ക് ആയുധ നിർമ്മാണം വേഗത്തിലാകുന്നും ഇല്ല. ഇറാനാണെങ്കിലോ റഷ്യ, ചൈന മുതലായ രാജ്യങ്ങളുടെ സഹായമുണ്ട് എന്ന് US സംശയിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് 60% ആയുധങ്ങൾ തീർന്ന ഇറാൻ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ 60% ആയുധം തിരിച്ച് പുനർനിർമ്മിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അവസ്ഥയിലും പക്ഷേ US-ന്റെ നിലവിലെ സാഹചര്യം ശുഭകരമല്ല. ഇനി തീർന്ന ആയുധം പുനർനിർമ്മിക്കാനാണെങ്കിലോ പെട്ടെന്നാകുമോ? ഇല്ല. ഒന്നാമത് വലിയ ചെലവേറിയ അത്യാധുനിക മിസൈൽ അടക്കമാണ് പുനർനിർമ്മിക്കേണ്ടത്. ഇറാൻ കൃത്യതയോടെ ചെറിയ തിരിച്ചടികൾ നൽകുമ്പോൾ US തുരിതരാ തിരിച്ചടിക്കുന്ന സമീപനാണ് ഇത്രയും കാലം സ്വീകരിച്ചത്. അതുമൂലം ഇറാൻ ഉപയോഗിക്കുന്നതിൻ്റെ നിരവധി മടങ്ങുകളധികം ആയുധങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ച് പ്രതിരോധത്തിനായി ഉപയോഗിക്കേണ്ടി വന്നു. US-ന്റെ ആയുധശേഖരം ദുർബലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് യുദ്ധരംഗത്ത് ഇറാൻ പയറ്റുന്നത് എന്ന് നേരത്തെ തന്നെ യുദ്ധകാര്യ വിദഗ്ധർ വിശകലനം ചെയ്തതാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നീങ്ങാൻ US-ന് കഴിഞ്ഞതുമില്ല. ഇതുമൂലം പരക്കെ ആയുധശേഖരത്തിൽ ഇടിവ് വന്നു. എന്നാൽ ലക്ഷ്യമോ നേടിയതുമില്ല. ഇറാൻ ഇപ്പോഴും ആഭ്യന്തരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിലും പ്രതിരോധ രംഗത്ത് ദുർബലമായതേയില്ല. US-ൽ പുതിയ മിസൈൽ നിർമ്മാണം സാവധാനത്തിലുമാണ്. ഈ സാമ്പത്തിക വർഷത്തെ ഷെഡ്യൂൾ അനുസരിച്ച് പെൻറ്റഗണിന് ഏകദേശം മാസം 15 പുതിയ ടോമഹോക്ക് മിസൈലുകളും 20 പുതിയ പേട്രിയറ്റ് മിസൈലുകളും ലഭിക്കും. താഡ് മിസൈൽ ശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ 3 വർഷത്തിൽ കൂടുതൽ സമയം വേണ്ടിവരും എന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി വൈറ്റ് ഹൗസ് ഇത് അംഗീകരിക്കുന്നില്ല. തങ്ങളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആവശ്യമായ ആയുധശേഖരം കയ്യിലുണ്ട് എന്നാണ് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി പ്രതികരിച്ചത്. പ്രസിഡന്റ് നിശ്ചയിക്കുന്ന സമയത്ത് കൃത്യമായ സൈനിക നടപടിക്ക് US സൈന്യം തയ്യാറാണ്. US-ന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെന്നും പെൻറ്റഗൺ വക്താവ് ഷോൺ പാർണലും പറഞ്ഞതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം വൈറ്റ് ഹൗസിന് നല്ല ബോധ്യമുണ്ട് എന്നാണ്
എസിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. ട്രംപ് പരസ്യമായി ഭീഷണിയും പരിപാടിയും ഒക്കെ മുഴക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിനാണ് US പ്രാധാന്യം നൽകുന്നത് എന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാൻ മധ്യസ്ഥതയോട് US അനുകൂലമായി പ്രതികരിച്ച് ഇറാൻ അതിലേക്ക് എത്തണം എന്നുള്ള ഭീഷണിയാണ് മുഴക്കുന്നത്. അത് പ്രായോഗികമായി ഗുണകരമാണല്ലോ, സമാധാനത്തിലേക്ക് നയിക്കുന്ന ഭീഷണിയാണ്. ഒമാൻ ഇറാൻ നയതന്ത്ര ചർച്ച നടക്കുകയാണ് എന്നും ഹോർമുസ് തുറക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും ട്രംപ് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ ചേർത്ത് വായിക്കണം. ഹോർമുസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മസ്കറ്റും ടെഹ്റാനും പുതിയ തലത്തിലെത്തിയതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമുസ് വഴി സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ കടലിടുക്കിൽ ഒരു മിഡിൽ കോറിഡോർ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ഇറാനുമായി ഒമാൻ ചർച്ച ചെയ്യുന്നതെന്നാണ് വാർത്ത. എന്നാൽ ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ട്രംപിൻ്റെ വെല്ലുവിളികളും ഭീഷണികളും മൂലം കരാറിലെത്താൻ കാലതാമസം ഉണ്ടാകുന്നു എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഭീഷണിയുടെ നിഴലിൽ ഇറാൻ കീഴടങ്ങുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് സമാധാനത്തോടെ കാര്യങ്ങൾ നീക്കിയാലേ ഇറാൻ എന്തിനും തയ്യാറാകൂ എന്നും അന്തസ്സും അഭിമാനവും വലിച്ചെറിഞ്ഞ് ഇറാനെ വരുതിയിലാക്കാൻ നോക്കണ്ട എന്നുമാണ് അവരുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ഇറാനും നല്ല ബോധ്യമുണ്ട് എന്ന് വേണം കരുതാൻ. US-ൻ്റെ ആയുധ ശേഖരത്തിലെ കുറവാണ് ഇറാൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പിന്നിൽ. എന്തായാലും ട്രംപിൻ്റെ നീക്കങ്ങൾ ആത്യന്തികമായി സമാധാനത്തിലേക്ക് നീങ്ങും വിധത്തിൽ തന്നെ ആയിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം രൂപപ്പെട്ടു വരികയാണ് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ചർച്ചകൾ എങ്ങനെ തീരുമാനത്തിലേക്ക് എത്തും എന്ന് മാത്രം കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.